ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ പ്രേക്ഷകനൊക്കെ പോയിട്ടാ ഗൈസ്. അപ്പോൾ ഇവിടെ പുറത്തൊക്കെ കുറച്ച് നേരം ഒന്ന് നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങിയതാട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ടിഫിൻ ഉണ്ടാക്കണം. പ്രസ്പത്തിരിയും പിന്നെന്താ പനീർ ബട്ടർ മസാല സ്കൂളിലേക്ക് ആദ്യക്കുട്ടന് ആവിയിൽ പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തയക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനുള്ള പരിപാടീസിലാണ്. കുറച്ച് നേരം നടക്കണം. അതിന് ശേഷം ഇത്തിരി നേരം നടന്നു. ഇനിയിപ്പോൾ ഇത്തിരി കൂടി നേരം കൂടി നടക്കാമെന്ന് വിചാരിക്കും. പേശയിടം പോകണ കാരണം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തതാ. അങ്ങനെ പ്രേക്ഷേട്ടൻ പോയപ്പോഴേ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു കുറച്ച് നേരം പുറത്തേക്ക്. പിന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ, നായ കയറും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേഗം പോയി ഗേറ്റ് അടച്ചു ഗേസ്. ഗേറ്റ് വേഗം അടച്ചില്ലെങ്കിൽ ഒരു ബ്ലാക്ക് നായ ഉണ്ട്, അതെല്ലാവരും കടിക്കുന്നുണ്ട്. ഇവിടെ പാട്ടയൊക്കെ പറക്കാൻ വരുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ കാലിൻ്റെ അടുത്ത ഫ്ലഷുമൊക്കെ കടിച്ച് ആകെ പ്രശ്നമൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ വിജനതയിലേക്ക് നോക്കി നിൽക്കൽ ഒന്ന് കുറച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് ഗേറ്റ് അടയ്ക്കാൻ പോയി. അങ്ങനെ ഗേറ്റ് അടയ്ക്കാൻ പോകുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് ഗേസ്. അതിങ്ങനെ പോരാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ മഴയൊക്കെ ആയിട്ട് ചെറിയ മണ്ണൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം നടക്കണ ഒരു പരിപാടി ഉണ്ട്. അപ്പം അതിന് വേണ്ടി നടന്നു തുടങ്ങി ഗേസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇവിടെ ഉള്ളവർ കാണുന്ന ചേട്ടന്മാർ ഇവിടെ ചേച്ചിമാരൊക്കെ പറയും ഇവിടെ നടന്നിട്ടൊന്നും കാര്യമില്ല, റോട്ടിൽ പോയിട്ട് നല്ലോണം നടക്കുന്നു. പിന്നെ എൻ്റെ കുറേ പ്രഹസനങ്ങളാണ് ഗൈസ്. കുറച്ച് എനിക്ക് തോന്നിയ എക്സസൈസൊക്കെ ഞാൻ ചെയ്യും. അതായത് പ്രത്യേക റൂളായിട്ടുള്ള എക്സസൈസ് ഒന്നല്ല, എനിക്ക് തോന്നണ എക്സസൈസുകളൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും. കൈ ഇങ്ങനെ ഇതാക്കിയിട്ട് റൗണ്ട് ആക്കിയിട്ട് ചെയ്യും. എനിക്ക് ആ സമയത്ത് എന്തൊക്കെയാണ് തോന്നി അതൊക്കെ ഞാൻ ചെയ്യും. ശരീരം ചെറുതായിട്ടൊരു അരമണിക്കൂർ ഇളക്കുക എന്ന ഉദ്ദേശ്യം മാത്രമേ എനിക്കുള്ളൂ ഗൈസ്. അപ്പോൾ അത് ചെയ്യുക. അതിന് ശേഷം ഇതേ അടുക്കളയ്ക്ക് പോയി ലൈറ്റൊക്കെ ഇട്ട് എൻ്റെ പരിപാടികൾ തുടങ്ങി ഗൈസ്. എൻ്റെ ഗോതയിലേക്ക് ഞാനങ്ങടെ കയറി. ഇന്നെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കേണ്ട ഗൈസ്. പ്രസ്പത്തിരിയും പിന്നെന്താ പനീർ ബട്ടർ മസാലയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ അടുക്കളയ്ക്ക് കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ അമ്മമാർ കയറേണ്ട ഗൈസ്. കയറി ഉടനെ ഉലുവ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉലുവ വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്നാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഞാൻ രാവിലെ തന്നെ കുടിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ വെളിച്ചെണ്ണ ഇല്ല. അപ്പോൾ എണ്ണ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ എണ്ണ ആദ്യം ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ജഗ്ഗു കൊടുത്തേക്കാത്ത കാരണം പാക്കറ്റ് വലിച്ച് എണ്ണ പേശേട്ടൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ അതൊക്കെ അതിലേക്ക് ഒഴിച്ച് വെച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സബോളയും സാധനങ്ങളൊക്കെ നന്നാക്കാൻ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് സബോളയൊക്കെ എടുത്ത് വെച്ച് സബോള നന്നാക്കണ പരിപാടിയിലാണ്. സബോള, തക്കാളി, 2 സബോള, 2 തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ എന്തായിരുന്നു വെളുത്തുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ടാ. ഈ 4 ഐറ്റംസാണ് വേണ്ടിയിട്ടാ. അപ്പോൾ അതൊക്കെ ഞാൻ ഇരുന്ന് ഇങ്ങനെ നന്നാക്കണ കേസ്. കാലത്തൊരു ഉഷാറുണ്ടാവില്ല, കാലത്ത് ഒരു ഇതില്ല. അങ്ങനെ അമ്മ നീറ്റിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അമ്മ എനിക്ക് വന്ന അമ്മയ്ക്ക് കാലത്ത് കുറച്ച് വേസ്റ്റ് കളയുക അങ്ങനെ കുറേ പരിപാടികളുണ്ട് അമ്മയ്ക്ക്. അമ്മ അത് സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പോൾ അത് അമ്മ ചെയ്യാൻ നടക്കുന്നുണ്ട് അവിടെ. ഞാൻ സബോള അരിയുന്ന തിരക്കിലാണ്. കാരണം സബോളകളൊക്കെ ഞാൻ എടുക്കുന്ന സബോളയൊക്കെ കേടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി എടുത്ത് അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി നമ്മൾ ചീഞ്ചട്ടിയൊക്കെ വച്ച് അതിലേക്ക് ഈ 2 സബോള അരിഞ്ഞതും പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ അതൊന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇടണം. നമ്മൾ ഒരു നുള്ളി മുളകും പൊടി ഇടണം. അപ്പോൾ ആ മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അതും ഇങ്ങനെ വഴഞ്ഞ് വരുമ്പോൾ ഒരു പിടി കാഷ്യൂ അതിലേക്ക് അങ്ങോട്ട് തട്ടുക. കാരണം ആ കാഷ്യൂവിൻ്റെ ആ കൊഴുപ്പാണ് പനീർ ബട്ടർ മസാലയ്ക്ക് സെറ്റാവുക. ഞാൻ പനീർ ബട്ടർ മസാലയൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിന് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയട്ടെ. അപ്പോഴേക്ക് ദിലീപേട്ടൻ വന്നെടുക്കുന്ന ഗൈസ്. ദിലീപേട്ടൻ വന്ന് അപ്പം തന്നെ പോയിട്ടാ. ദിലീപേട്ടൻ വന്നിട്ട് പഴം കൊണ്ടുവരാൻ വന്നതാ. നാടൻ പഴം ഗൈസ്, നല്ല സൂപ്പർ നാടൻ പഴം. ഒരു 3 കിലോനെങ്കിലും ഉണ്ടാവും. ദിലീപേട്ടൻ്റെ അമ്മ തിരൂര് അവരുടെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ കൊണ്ടുവന്നാട്ടാ. അപ്പോൾ അത് കൊണ്ടുവന്നതാ. 22 കിലോൻ്റെ കൊല്ലയാണെന്നൊക്കെയാണ് പറയണത്. അപ്പോഴും എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടാ. ലാസ്റ്റ് തക്കാളി ഇട്ടു. അങ്ങനെ അതൊക്കെ അവിടെ വഴലട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ തലേദിവസം കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ എടുത്ത് വെക്കുക. രാവിലെ വന്നാൽ ആദ്യം അതാ ചെയ്യുക. പക്ഷേ ഇതുപോലെ വഴലുന്ന സമയമൊക്കെ നമുക്കുള്ള സമയത്ത് നമുക്ക് ഇതെടുത്തേക്കാലോ. അങ്ങനെ ഇതെടുത്തു. അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു പാത്രം എനിക്കിപ്പോൾ പനീർ ബട്ടർ മസാല ആവുമ്പോൾ അതിലേക്ക് ഇട്ടേക്കാലോ വെച്ചാൽ അത് അവിടെ വെച്ച്. അങ്ങനെ നമ്മുടെ പനീർ ഇത്ര വലിപ്പത്തിലല്ല കേട്ടോ. പനീർ ഞാൻ ചെറുതാക്കും ഒന്നും കൂടി. പിന്നെ മുട്ട വേവിക്കാൻ വെച്ചിട്ട് അമ്മ പനീർ കഴിക്കില്ല. അപ്പം മുട്ട അമ്മയ്ക്ക്
പിന്നെ പനീർ ബട്ടർ മസാലയ്ക്കുള്ള കസൂരി മേത്തി ഉണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ചൂടാക്കിയിട്ട് അത് പൊടിച്ച് സെറ്റാക്കി വെക്കും കേട്ടോ. ആ പാക്കറ്റ് കൊണ്ടുവരുമ്പോൾ അപ്പം തന്നെ അത് അങ്ങോട്ട് ചൂടാക്കിയിട്ട് മൊത്തം പൊടിച്ച് സെറ്റാക്കി വെച്ചാൽ മതി. ഞാൻ എന്നും വിചാരിക്കും ഗൈസ് അങ്ങനെ ചെയ്യാമെന്ന്, പക്ഷേ ഉണ്ടാക്കണ ദിവസമാണ് ഓർമ്മ വരിക അങ്ങനെ ചെയ്യാമെന്ന്. പിന്നെ അത് മറക്കും. അങ്ങനെ ആ ഗ്രേവിയൊക്കെ ആയത് നമ്മൾ നന്നായി മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചുട്ടാ. അപ്പോൾ ഞാൻ ആരാധ്യ മോളെയൊക്കെ ഒന്ന് പോയി വിളിച്ച് ആരാധ്യ എനിക്ക് നമ്മളിട്ടിട്ട് അവൻ്റെ പരിപാടിക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരച്ച സംഭവമൊക്കെ നമ്മൾ ചീഞ്ചട്ടിയിലേക്കൊക്കെ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെച്ച സാധനം നമ്മൾ 20 മിനിറ്റ് ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്യണം. അപ്പോഴേക്കും ഞാൻ നമ്മുടെ പത്തിരിക്കുള്ള വെള്ളം കേട്ടോ, ഞാൻ പൊൻഗദറിൻ്റെ പത്തിരിപ്പൊടിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം മതിട്ടാ. അങ്ങനെ അതൊക്കെ അത് തിളച്ചപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി. ഞാൻ ആദ്യമായിട്ടാണ് പൊൻഗദറിൻ്റെ വാങ്ങിക്കുന്നത്. ഞാൻ വിചാരിച്ചു വെള്ളമൊക്കെ കുറഞ്ഞു എന്ന്. മറ്റേ തിളക്കിണ്ട് കേട്ടോ. അങ്ങനെ പക്ഷേ വെള്ളമൊന്നും കുറഞ്ഞിട്ടുണ്ടായില്ല. കറക്റ്റ് ഞാൻ കുഴച്ച് വന്നപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പൊൻഗദറിൻ്റെ ആൾക്കാർ അങ്ങനെ പറ്റിക്കണവരല്ല എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വീർത്ത് സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. പത്തിരി ഉണ്ടാക്കുന്നതിൽ ഞാൻ സ്പെഷ്യലിസ്റ്റാണ്. കണ്ടോളൂ ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റേത് ആവാനുള്ള ഇതൊന്നും കാണാനില്ല. ഉരുള അമ്മേനെ ഞാൻ വേഗം വിളിച്ചിട്ടാ. അങ്ങനെ പിള്ളേർ പോകുമ്പോഴേക്കും ആവണ്ടേ. അപ്പോഴേക്കും ഞാൻ പിള്ളേഴ്സിനൊക്കെ സ്കൂളിലേക്ക് അത് മതിയെന്ന്. അപ്പോൾ ഒക്കെ പിള്ളേഴ്സിനൊക്കെ ആക്കി അവർ ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടം കേട്ടോ പത്തിരി മുട്ടത്തൊക്കെ ഞാൻ ഉണ്ടാക്കാറ്. ഇന്നാണ് ഞാൻ പനീറും ഉണ്ടാക്കിയത്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാതിരുന്നാലും 3 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിരിക്കല്ലോ കേട്ടോ. പിന്നെ സ്കൂളിൽ പോകാൻ ഒരു പകുതിയോളം റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദിക്കുട്ടൻ്റെ അഭിപ്രായങ്ങളുണ്ട്. ആദിക്കുട്ടൻ ബാഗിലെന്തോ വെച്ച് ഇതാക്കണ നേരത്ത് സിബ് അങ്ങോട്ട് ഊരിപ്പോന്നു. അത്രയ്ക്ക് ഉണ്ടാവും വലിയ. ശരിക്കും ആ സിബ് ശരിക്കും സൂപ്പറായിട്ട് അങ്ങനെ ഇടുകയല്ല ചെയ്യണേ, അതങ്ങോട്ട് വലിക്കും ഗൈസ്. അത് വലിച്ചോടുകൂടി ആ സാധനം അങ്ങോട്ട് അടർന്നു പോകും. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗിന് തീരെ ക്വാളിറ്റി ഇല്ലാത്ത കാരണം, അല്ലാണ്ട് ഞാൻ ചെയ്തിട്ടല്ലാന്ന്. അപ്പോഴേക്കും ആരാധ്യമോളൊക്കെ അവിടെ ഒരുങ്ങുന്നുണ്ട്. ആരാധ്യമോളും ചേട്ടനൊക്കെ ഒരുങ്ങാണ്. ചേട്ടൻ അങ്ങനെ ഒരുങ്ങലൊന്നുമില്ല ഗൈസ്. ആ ഡ്രസ്സ് എടുത്തിട്ട് ബാഗ് എടുത്തിട്ട ശേഷം ഞാൻ പറഞ്ഞത് നമ്മളെ മുടിയിരില്ല ഗൈസ്. എന്തുകൊണ്ടാണെന്നറിയില്ല, മുടിയിര ഇഷ്ടമല്ല. ഞാൻ പറയുമ്പോഴാണ് മുടിയിര. പിന്നെ മറ്റാളുടെ ഒരുക്കം അവിടെ അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് കുറച്ച് ഒരുക്കം കൂടുതൽ ഗൈസ്. ലിപ്സ്റ്റിക്ക് സ്കൂളിലേക്ക് അലൗഡ് അല്ല. പക്ഷെ ഒരാൾ ലിപ്സ്റ്റിക്ക് ഇട്ടില്ല എന്നുള്ള പോലെ ചുണ്ടുമ്പോൾ അവൾ തട്ടിക്കും. അപ്പോൾ അവൾക്കൊരാശ്വാസം. അങ്ങനെ എല്ലാവരും കഴിഞ്ഞ് 3 ആൾ അവിടെ വന്ന് കേട്ടോ. അമൽമോൻ ബസ്സിലാണ് ഇട്ടാ പോകുന്നത്, ലൈൻ ബസ്സിലാണ് പോവുക. പക്ഷേ പിള്ളേഴ്സ് 2 ആളും ഓട്ടോയിലാണ് ഇട്ടാ പോവുക. അപ്പോൾ ഓട്ടോ വന്നു കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഇന്നെന്തോ സ്കൂളിലെ ആരാധ്യമോൾക്ക് പരീക്ഷ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛമ്മയുടെ കാലുമുഴും അച്ചാച്ചൻ്റെ കാലുമുഴും എൻ്റെ കാലുമുഴും ഒക്കെ വീണിട്ടുണ്ട്. മൂപ്പരാൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ പോവുക. അപ്പോഴേക്കും ഇതേ ഓട്ടോയൊക്കെ വന്ന് ഞങ്ങളുടെ അപ്പൂസ് ഓട്ടോറിക്ഷ വന്നു കേട്ടോ, ഞങ്ങളുടെ ബാബുവേട്ടൻ്റെ ഓട്ടോറിക്ഷ. അപ്പോൾ അതിലേ പിള്ളേഴ്സൊക്കെ ഓടി കയറി കേട്ടോ. ആ വണ്ടി വന്ന് നിൽക്കുന്ന നേരത്താണ് ഉമ്മ തരാനൊക്കെ നിൽക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ ഓട നേരത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ഉമ്മ തന്നാൽ മതി. അത് ചെയ്യില്ല. അത് പണ്ട് ഇങ്ങനെ വന്ന് ചേട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആ നേരത്താണ് ഉമ്മ തരിക. അപ്പോഴേക്കും അമ്മല അവിടെ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്താ വെച്ചാൽ അവിടെ ആ നായ ഉണ്ടെന്നും പറഞ്ഞിട്ട് അമ്മേ ആരെങ്കിലും എൻ്റെ കൂടെ വായുന്നു. അപ്പോഴേക്കും ഓട്ടോക്കാരൻ അങ്ങോട്ട് പോയി തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോഴും അമൽമോ അവിടെ നിൽക്കുക തന്നെയായിരുന്നു. അങ്ങനെ അച്ഛമ്മേനെയൊക്കെ വിളിച്ച് ഞാനിവിടുന്ന് ടാറ്റൊക്കെ കൊടുത്തുട്ടാ. അച്ഛമ്മേനൊക്കെ വിളിച്ചിട്ട് നായനൊക്കെ കളഞ്ഞ് മൂപ്പരാൾ പോയിട്ടാ. അപ്പോൾ അതിന് ശേഷം അമ്മയ്ക്കുള്ള ടിഫിനൊക്കെ ഞാൻ എടുത്ത് കൊടുത്ത് അമ്മയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മയ്ക്ക് മുട്ട ഇട്ടിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് കേട്ടോ ഗൈസ്. പനീർ ബട്ടർ മസാല എഗ് ബട്ടർ മസാല. ബട്ടറും ഇല്ല, ബട്ടറിൽ ഞാൻ ലാസ്റ്റ് ഇടുക. നമ്മൾ സബോള ബട്ടറിന്ന് വെളിച്ചെണ്ണയിലല്ല ബട്ടറിലാണ് ചെയ്യേണ്ടത് ശരിക്ക്. പക്ഷേ അമ്മയ്ക്ക് കഴിക്കാത്ത കാരണം ഞാൻ ചെയ്യാറില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് എൻ്റെ പാത്രം കഴുകലുണ്ടല്ലോ ഗൈസ്. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള കണ്ടു കഴിഞ്ഞാലേ പിന്നെ അടുക്കളയ്ക്ക് കയറാൻ തോന്നില്ല. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കയറി എല്ലാ പാത്രങ്ങളും കഴുകി കമത്തി വെക്കേണ്ട ഗൈസ്. അത് കമത്തി അതിലത്തെ വെള്ളമൊക്കെ പോയ ശേഷം ഞങ്ങൾ സ്റ്റോർ റൂമിലേക്ക് വെക്കുള്ളൂ, അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ ആകെ വൃത്തിയിടാം. അങ്ങനെ ഇന്ന് ഞാൻ കുളിക്കാൻ വേറെ വൈകിണ്ടല്ലോ ഗൈസ്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഞാൻ കുളിക്കാൻ പോകണിട്ടാ. കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വരാനായിട്ടുള്ള പരിപാടിയിൽ ഞാൻ ബാത്റൂമിലൊക്കെ കയറി കുളിച്ചിട്ട് വരാട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പോൾ അമൽമോൻ നെയ്വിളക്കും ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തൊഴാനുള്ള പരിപാടിയാണ്. നമ്മുടെ പ്രേക്ഷേട്ടൻ ശരിക്കുള്ള നേരെയുള്ള വിളക്ക് കത്തിക്കുക കിട്ടാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് എൻ്റെ കുളിയും സാമീന തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മനസ്സമാധാനമായിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ. പനീർ ബട്ടർ മസാലയും പത്തിരിയും ഒരു മുട്ടയുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് അമ്മയ്ക്ക് മുട്ട പുഴുമൊക്കെ ഞാൻ റിസ്ക് ചെയ്ത ഒരു മുട്ട. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഗൈസ്. ഓക്കേ.